ഇനി നമ്മൾ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിലേക്കാണ് കടക്കുന്നത്. 3 ബന്ദികളെ ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നതിന് പിന്നാലെ ഇസ്രായേലിൽ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമായി വരികയാണ്. വടക്കൻ ഗസയിലെ ഷുജായയിലെ പോരാട്ടത്തിനിടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. അക്രമത്തിനെത്തിയവരെന്ന് സംശയിച്ചാണ് 3 പേർക്ക് നേരെ ഇസ്രായേൽ സേന വെടിയുതിർത്തത്. ഹമാസ് നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്ന 3 പേർ വെടിവയ്പിൽ കൊല്ലപ്പെടുന്നു. യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിലും അതുപോലെ ബന്ദികളുടെ മോചനത്തിലും നടപടികൾ വൈകുന്നതിലാണ് നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ഇസ്രായേലിനകത്തുണ്ടായിരുന്നത്. ഈ പ്രതിഷേധത്തിനിപ്പോൾ ശക്തി കൈവന്നിരിക്കുകയാണ് ബന്ദികളുടെ കൊലപാതകത്തിലൂടെ. എന്താണ് നിലവിലിപ്പോൾ ഇസ്രായേലിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ എത്രത്തോളം കടുപ്പിച്ചിട്ടുണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. MC നാസർ ചേരുന്നുണ്ട് തത്സമയം. നാസർ, എന്താണ് നിലവിൽ ഗസയിലെ അവസ്ഥ? അതുപോലെ തന്നെ ഈ ബന്ദികൾ 3 പേരുടെ കൊലപാതകത്തിലൂടെ ഇസ്രായേലിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദിവ്യ, വലിയ തോതിലുള്ള പ്രതിഷേധം ഇന്നലെ രാത്രി മുതൽ രൂപപ്പെട്ടതാണ്. കാരണം ഈ 3 പേരെ വധിച്ചത് വളരെ ബോധപൂർവമാണ് എന്നൊരു കുറ്റപ്പെടുത്തൽ നെതന്യാഹുവും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വത്തിന് നേരെ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവർ വെളുത്ത പതാക ഉയർത്തി കാണിച്ചിരുന്നു. അത് മാത്രമല്ല ഹിബ്രു ഭാഷയിൽ തന്നെ തങ്ങളെ ഉടൻ രക്ഷിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഇതൊക്കെയും മനസ്സിലാക്കിയിട്ടും ഹമാസ് പോരാളികളാണ് എന്ന നിലയ്ക്ക് ഈ 3 പേരെയും വെടിവെച്ചു കൊന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി ചിത്രങ്ങൾ സഹിതം പുറത്തു വരുന്ന ഘട്ടത്തിൽ നെതന്യാഹുവും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വവും കൂടുതൽ പ്രതിക്കൂട്ടിലാവുകയാണ്. തങ്ങളുടേതായിട്ടുള്ള നിരപരാധിത്വമാണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു, അതിൽ സൈന്യത്തെ കുറ്റപ്പെടുത്തരുത് എന്ന് ഇന്നലെ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ജനങ്ങൾ അംഗീകരിക്കുന്നതില്ല. മാത്രമല്ല ഈ ബന്ദികളുടെ അവശേഷിച്ച 130-ലധികം വരുന്ന ബന്ദികളുടെ ബന്ധുക്കൾ വളരെ സജീവമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് രാവിലെയും തെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അടിയന്തരമായിട്ടുള്ള ഒരു വെടിനിർത്തൽ വേണം, അതോടൊപ്പം തന്നെ വെടിനിർത്തലിലൂടെ ഈ ബന്ദികളെ ബാക്കിയുള്ള ബന്ദികളെയും മോചിപ്പിക്കാനുള്ള സത്വര നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ച എന്നതിലേക്കാണ് മൊസാദ് മേധാവി ഇപ്പോൾ യൂറോപ്പിലുണ്ട്. യൂറോപ്പിൽ നിന്നുകൊണ്ട് ഈ ഖത്തർ നേതൃത്വവുമായി, ഖത്തറിലെ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി എന്ന റിപ്പോർട്ടാണ് ഏറ്റവും അവസാനം അൽ ജസീറ ഉൾപ്പെടെയുള്ള ചാനലുകൾ പുറത്തുവിടുന്നത്. ഖത്തറും ഏതാണ്ട് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ ചർച്ച പുനരാരംഭിച്ചു എന്ന ഒരർത്ഥത്തിൽ ശുഭ സൂചനയാണ് ഖത്തർ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹൂത്തികളുടെ ആക്രമണം വ്യാപിച്ച ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ മുഖേനയുള്ള ചരക്ക് കടത്തിൽ നിന്ന് തങ്ങൾ പിന്മാറുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൾപ്പെടെയുള്ള നിരക്ക് വർധനയിലേക്ക് കാര്യങ്ങൾ നീക്കും. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിലേക്ക് ഉള്ള എല്ലാ കപ്പലുകൾക്കും തങ്ങൾ നേരത്തെ ഉന്നയിച്ചിരിക്കുന്ന ഉപാധികൾ അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ എല്ലാ കപ്പലുകൾക്കെതിരെയും നടപടി ഉണ്ടാവും. ഗസയിൽ ഏറ്റവും എളുപ്പത്തിൽ പൂർണ്ണമായ തോതിൽ ഭക്ഷ്യവസ്തുക്കളും സഹായവും എത്തിക്കണം എന്നതാണ് ഹൂത്തികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഗസയിൽ നിന്ന് ഏറ്റവും അവസാനം വരുന്ന ഒരു വാർത്ത. കമാൽ അദ്വാൻ ആശുപത്രിയിൽ ബുൾഡോസർ കയറ്റി 20-ലധികം സിവിലിയൻ സമൂഹത്തെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നു. സിവിലിയൻ കൂട്ടക്കുരുതി അതിന്റെ പാരമ്യത്തിലേക്ക് നീങ്ങുന്നു. ജനങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഉൽപ്പന്നങ്ങളും സഹായങ്ങളും എത്തിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാത്രമാണ് ഒരു പ്രതീക്ഷ നൽകുന്നത്. പക്ഷേ ഈ ഹമാസിന്റെ നിലപാട് ഇനി ഏറ്റവും നിർണായകമായി മാറുകയാണ്. കാരണം നേരത്തെ ഉള്ള ഒരു വ്യവസ്ഥ പ്രകാരം മുന്നോട്ട് പോകാനാവില്ല. കാരണം സൈനികരാണ് ഈ ബന്ദികളിൽ, അവശേഷിച്ച ബന്ദികളിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് സൈനികരെ വിട്ടുകൊടുക്കണമെങ്കിൽ അത്രയേറെ പലസ്തീൻ തടവുകാരെ ലഭിക്കേണ്ടതുണ്ട് എന്നൊരു നിബന്ധന നേരത്തെ തന്നെ ഹമാസ് ഉന്നയിച്ചിരുന്നു. ഒരുപക്ഷെ ഹമാസിന്റെ ഇന്നോ നാളെയോ ഹമാസിന്റെ നേതൃ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതിനെ ആശ്രയിച്ചിരിക്കും ഇസ്രായേൽ ആഗ്രഹിച്ചാൽ പോലും ഇത്തരമൊരു ചർച്ചയുടെ ഭാവിയും അതിന്റെ പരിണതിയും. നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഈ രീതിയിൽ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ കടുത്ത ആക്രമണം തുടരുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ ഇസ്രായേലിനകത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ്. അതിന് പ്രധാന കാരണം ബന്ദികളുടെ കാര്യത്തിൽ നീക്കുപോക്കുണ്ടാകാത്തത് തന്നെയാണ്. വളരെ വേഗത്തിൽ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ബന്ദികളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് അവിടെ ഇസ്രായേൽ ജനതയും ആവശ്യപ്പെടുന്നത് എന്നാണ്. ഇപ്പോൾ നാസർ പറഞ്ഞ മറ്റൊരു കാര്യം, ഹൂത്തികളുടെ ആക്രമണവും ഒരു വശത്ത് അതിശക്തമായി തന്നെ തുടരുന്നുണ്ട്. ചെങ്കടൽ കേന്ദ്രീകരിച്ചാണ് ഹൂത്തികൾ ആക്രമണം നടത്തുന്നത്. കപ്പലുകൾക്ക് നേരെ ഇസ്രായേലിലേക്കുള്ള എല്ലാ കപ്പലുകളും, എല്ലാ ചരക്ക് കപ്പലുകളും ആക്രമിക്കും എന്നാണ് ഹൂത്തികൾ എടുത്തിരിക്കുന്ന നിലപാട്. ആരാണ് ഹൂത്തികൾ?
ഹൂത്തികൾ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ഈ ആക്രമണം ലോകമൊന്നാകെ എന്ത് പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക എന്നാണ് നമ്മളൊരു പ്രസന്റേഷനിലൂടെ നോക്കാം. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇറാൻ പിന്തുണയുള്ള യമനിലെ വിമതരാണ് ഹൂത്തികൾ. ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങിയ തുടക്കം മുതൽ തന്നെ ഹമാസിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയ വിഭാഗമാണ് ഹൂത്തി വിഭാഗം. യമനിലെ സുപ്രധാന മേഖലകളെല്ലാം തന്നെ നിലവിൽ ഹൂത്തികളുടെ ഭരണത്തിലാണ് ഉള്ളത്. അവിടെ ഭരണം കൈയാളുന്നത് ഹൂത്തി വിഭാഗക്കാർ തന്നെയാണ്. തുടക്കം മുതൽ ഹമാസിന് പിന്തുണയുമായി ഹൂത്തി വിഭാഗം രംഗത്തെത്തുകയാണ്. ഗസയിൽ അടിയന്തരമായി അവിടെയുള്ള ജനങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കാൻ നടപടിയുണ്ടായില്ല എങ്കിൽ, ലോകരാജ്യങ്ങൾ ഇടപെട്ടില്ല എങ്കിൽ ഇസ്രായേലിലേക്കുള്ള എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന നിലപാട് ഹൂത്തി വിഭാഗക്കാർ എടുക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇസ്രായേലിലേക്കുള്ള 10ലേറെ ചരക്ക് കപ്പലുകളാണ് ഹൂത്തി വിഭാഗം ആക്രമിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിനിടെ അതുപോലെ 3 കപ്പലുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ആ ആക്രമണം ലക്ഷ്യം കാണുകയും ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇങ്ങനെ ചെങ്കടൽ കേന്ദ്രീകരിച്ച വലിയ രീതിയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയാണ്. ഈ ആക്രമണം ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ വൻകിട കപ്പൽ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള സർവീസ് റദ്ദാക്കിയിരിക്കുന്നത്. സർവീസ് റദ്ദാക്കിയത് മെർസ്ക്, ഹെപ്പക്ലോയിഡ്, ഈ 2 പ്രധാന ഏറ്റവും വലിയ ചരക്ക് ഗതാഗത കമ്പനികളാണ്. ഈ കമ്പനികളാണ് ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം, കപ്പൽ മാർഗം ഉള്ള ചരക്ക് ഗതാഗതം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. അത് എത്രത്തോളമാകും ഇനി ലോക രാജ്യങ്ങളെ, ആഗോള വിപണിയെ ബാധിക്കുക എന്നത് നോക്കാം. ഉറപ്പായും ഈ തീരുമാനം ആഗോള വിപണിയെയും ഗൾഫ് രാജ്യങ്ങളെ അടക്കം ഈ തീരുമാനം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, ഗുരുതരമായി തന്നെ ബാധിക്കും എന്നത് ഉറപ്പാണ്. അതിന്റെ ഒരു പ്രധാന കാരണം എണ്ണ ഇന്ധന കയറ്റുമതി നടക്കുന്ന ഒരു പ്രധാന റൂട്ടാണ് ഈ ചെങ്കടൽ വഴി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ ചെങ്കടലിൽ തന്നെ യമന്റെയും ജിബൂട്ടിയുടെയും ഇടയിലുള്ള ഒരു കടലിടുക്കുണ്ട്. ആ കടലിടുക്കിന്റെ പേരാണ് ബാബ് അൽ മന്ദബ് എന്ന്. ഈ ബാബ് അൽ മന്ദബ് വഴിയാണ് പ്രധാനമായും ഈ ചരക്ക് ഗതാഗതം നടക്കുന്നത്. 32 കിലോമീറ്റർ വീതിയുള്ള കടലിടുക്കാണ് ഈ ബാബ് അൽ മന്ദബ്, അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതുവഴി സുപ്രധാനമായ ഒരു കടൽ മാർഗമാകുന്നു. ചെങ്കടൽ വഴി നേരിട്ട് ഇസ്രായേലിലേക്ക് എത്താം. ഇസ്രായേലിലേക്കുള്ള എല്ലാ ചരക്ക് ഗതാഗതവും അതുവഴിയാണ് നടക്കുന്നത്. അതുപോലെ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള മറ്റൊരു എളുപ്പമാർഗമാണ് ഈജിപ്തിലെ സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്കുള്ള എളുപ്പ മാർഗം കൂടിയാണ് ബാബ് അൽ മന്ദബ് വഴി ഉള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ വലിയൊരു ആക്രമണം ഉണ്ടാകുന്നു. അവിടെ കപ്പലുകൾ വിട്ടയക്കുന്നത് ഹൂത്തികളുടെ നിരീക്ഷണത്തിന് ശേഷം മാത്രമാണ്. അത് ഏത് രാജ്യത്തേക്കാണ്, ഏത് രാജ്യത്ത് നിന്ന് വരുന്നു, എന്തൊക്കെ സാധനങ്ങളാണ് ആ ചരക്ക് കപ്പലിലുള്ളത് എന്നൊക്കെ ശക്തമായി പരിശോധിച്ച ശേഷം, നിരീക്ഷണത്തിന് ശേഷം മാത്രമാണ് ഈ ബാബ് അൽ മന്ദബ് വഴി ചരക്ക് കപ്പലുകൾ സർവീസ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ പ്രതിദിനം, അതായത് പ്രതിവർഷം 17,000 കപ്പലുകൾ വരെ സർവീസ് നടത്തുന്നുണ്ട് ഈ ചെങ്കടൽ വഴി. അത് ആഗോള വ്യാപാരത്തിന്റെ തന്നെ 10% വരും ഇതുവഴിയുള്ള സർവീസ് എന്നതാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം സുപ്രധാന മേഖലയാണ് ഈ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം എന്നത് നമുക്ക് മനസ്സിലാകും. ഇതിനോടകം തന്നെ ഇപ്പോൾ ക്രിസ്മസ് കാലമാണ്, ന്യൂ ഇയർ ആണ്. അപ്പോൾ വലിയ രീതിയിൽ വിപണിയിൽ വലിയ ഡിമാൻഡ് വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അത് വലിയ രീതിയിൽ ആഗോള വിപണിയിൽ തന്നെ വില വർധനവിനും എണ്ണ ഇതര ഉൽപ്പന്നങ്ങളെയും ഒക്കെ വലിയ രീതിയിൽ വില വർധനവിന് കാരണമാകുമെന്നതാണ്. ഇതിനോടകം തന്നെ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുമ്പോൾ കണ്ടെയ്നറുകളുടെ ഇൻഷുറൻസ് തുകയടക്കം വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ആക്രമണം ഭയന്ന് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുമ്പോൾ യൂറോപ്പിലടക്കം അത്യാവശ്യ സാധനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള വിലക്കയറ്റത്തിന് കാരണമാകും. സാധനങ്ങൾ കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടാകും. അത് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും എന്നതാണ്. അപ്പോൾ ഹൂത്തി ആക്രമണം ചെറുക്കാൻ ഇതിനോടകം തന്നെ വഴികൾ തേടിയിരിക്കുകയാണ് ഇസ്രായേലും അതുപോലെ തന്നെ US അടക്കമുള്ള ഇസ്രായേൽ അനുകൂല രാജ്യങ്ങൾ എന്നതാണ്. ഏത് രീതിയിലെങ്കിലും ഹൂത്തികളുടെ ആക്രമണം ചെറുക്കുക, അല്ലെങ്കിൽ ആ ആക്രമണത്തിന് അറുതി വരുത്തുക, ഇല്ലെങ്കിൽ ഇത് ആഗോള വിപണിയിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ആ രീതിയിൽ വില വർധനവിനും സാധനങ്ങൾ കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടാകും എന്നതാണ്. പക്ഷേ ഹൂത്തികൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗസയിലേക്ക് അടിയന്തര സഹായം എത്തിക്കാതെ, അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് ഇസ്രായേലിൽ നിന്ന് ഉണ്ടായില്ല എങ്കിൽ ഇസ്രായേലിലേക്കുള്ള എല്ലാ ചരക്ക് കപ്പലും, ഏത് രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്ക് കപ്പലായാലും അത് ആക്രമിക്കുമെന്ന് പറയുന്നപ്പോൾ ആ ആക്രമണം ഭയന്നുകൊണ്ട് കമ്പനികൾ അതുവഴിയുള്ള സർവീസ് നിർത്തിവെക്കുന്നത് എത്ര നാളത്തേക്കാണ് എന്നറിയില്ല. ചില കമ്പനികൾ തിങ്കളാഴ്ച വരെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ താൽക്കാലികമായി ഇനി ഒരു
അറിയിപ്പുണ്ടാകുന്നതുവരെ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണെന്ന് മേഴ്സിക്കൊക്കെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ ആഗോള വിപണിയെ ബാധിക്കും എന്നതും ഉറപ്പാണ്. അപ്പോൾ ഈ രീതിയിൽ ഇസ്രായേൽ ഗസ യുദ്ധം അത് ലോകരാജ്യങ്ങളിലേക്ക് തന്നെ അതിന്റെ ഒരു പ്രതിഫലനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നതും ഉറപ്പാണ്. എന്തായാലും ഇന്നത്തെ ന്യൂസ് ഡീകോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.